ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു നട്ടപ്പതിര വീഡിയോ. സി സിന്ധു കൃഷ്ണ ഇന്നൊരു വ്ലോഗ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിന്ധു കൃഷ്ണ, അഹാന കൃഷ്ണ, അമ്മമ്മ, തൻവി, ഈ ലൂപ്പ് എൻഡായി എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. കാരണം വീഡിയോസൊക്കെ അവർ റിമൂവ് ചെയ്യുന്നു, പരസ്പരം എല്ലാം പറഞ്ഞ് സോർട്ടാക്കി എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് വരുന്നു, പിന്നെ അതും പോകുന്നു. അങ്ങനെ ആകെ മൊത്തം ഇത് ഫാമിലിയുടെ ഉള്ളിൽ തന്നെ പറഞ്ഞ് തീർത്ത് സെറ്റിലാക്കി എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴാണ് സിന്ധു കൃഷ്ണയുടെ ഈ ഒരു വ്ളോഗ് വീഡിയോ വരുന്നത്. ഈ വ്ളോഗ് വീഡിയോ വന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിനകത്ത് ഒരുപാട് മെസ്സേജുകൾ വരികയാണ്. അതായത് ഈ വിഷയങ്ങളൊക്കെ നടന്ന സമയത്തും അത് കഴിഞ്ഞിട്ടും ഇവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച, ഇവരുടെ സ്റ്റോറിക്ക് റിപ്ലൈ കൊടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച റാൻഡമായിട്ട്, ഇവരായിട്ട് ഒരു ബന്ധവുമില്ല, അവരെ ജസ്റ്റ് ഫോളോ ചെയ്യുന്ന റാൻഡമായിട്ടുള്ള അവരുടെ ഫോളോവേഴ്സ് എന്താണ് സിന്ധു കൃഷ്ണ പ്രശ്നം എന്ന് ചോദിച്ച സമയത്തൊക്കെ ഇവരൊരു CCTV ഫുട്ടേജ് ഇവർക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നു. പിന്നെ അഹാന കൃഷ്ണ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ പേഴ്സണലി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രശ്നങ്ങൾ എന്താ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്നുള്ളൊരു കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അന്ന് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നൗ വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിച്ചാൽ സിന്ധു കൃഷ്ണൻ്റെ റാൻഡമായിട്ടുള്ള ആളുകളെടുത്ത് എന്താണ് വിഷയമെന്നും ഈ CCTV ഫുട്ടേജൊക്കെ നടന്ന് പറയുക, അയച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താ? ഒക്കെ പറഞ്ഞു തീർത്താണെങ്കിൽ തീർന്നിട്ട് പോകണ്ടേ? ലൈക്ക് അതല്ലേ വേണ്ടത്. പറഞ്ഞു തീർത്ത് പോയ കാര്യങ്ങൾ അത് പറഞ്ഞു തീർത്തിട്ട് പോകണം. അല്ലാതെ ഇത് റാൻഡമായിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ. ഞാനൊരിക്കലും ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യില്ല. ബിക്കോസ് ഈ വീഡിയോയിലുള്ള ഒരു വ്യക്തി, അതായത് സിന്ധു കൃഷ്ണയുടെ അച്ഛൻ, അഹാന കൃഷ്ണയുടെ മുത്തശ്ശൻ, ആ വ്യക്തി ഇന്ന് ജീവനോടുകൂടിയില്ല. ഓക്കെ, ആൻഡ് ഈ അമ്മമ്മ വയസ്സായൊരു വ്യക്തിയാണ്. എഗെയിൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇനി അവരോടൊരു സോഫ്റ്റ് കോർണറൊന്നും തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളും ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വയസ്സിന്, ഏജ്, ആ നമ്പറിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ലാതെ ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റൊക്കെ പോയി. കാരണം ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യില്ല, ബട്ട് ഐ ഹാവ് ദാറ്റ് വീഡിയോ. ഇനി അത് പുറത്ത് വരുമോ ഇല്ല, ഇത് വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ വന്നോട്ടെ. ഞാനായിട്ട് ആ വീഡിയോസൊന്നും പുറത്തിട്ടില്ല. ഒരു CCTV വീഡിയോയിൽ ആ അമ്മമ്മ മുത്തശ്ശനെ ചെരുപ്പോ കയ്യിലെന്തോ നിലത്തിരുന്ന ഒരു പാത്രം കഴുകുക, എന്തോ ചെരുപ്പോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ അടിക്കുകയാണ് ഈ മുത്തശ്ശനെ. ആൻഡ് സിന്ധു കൃഷ്ണ ഒരു കാര്യം സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വയ്ക്കാം. ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഓക്കെ, മൈ ഡാഡ് ബീങ് ഹിറ്റ് just a few weeks before his surgery. This continues always. I had to fight with my mom daily to protect him. Okay? സ്വന്തം അമ്മ അച്ഛനെ ഈവൻ സർജറിക്ക് മുമ്പ് തന്നെ അടിക്കാറുണ്ട്, തല്ലാറുണ്ട്. അതിൻ്റെ പ്രൂഫ് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് റാൻഡമായിട്ടുള്ള ആളുകൾക്ക്. അതായത് അത്രത്തോളം ഹെയ്റ്റ് സിന്ധു കൃഷ്ണയ്ക്കും അഹാനയ്ക്കൊക്കെ വന്നിട്ടുണ്ട് തൻവി വീഡിയോ ഇട്ടതിന് ശേഷം. പിന്നെ അമ്മമ്മയുടെ വീഡിയോ തൻവി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതിൽ അമ്മമ്മേനെ തൻവി കുറേ വിളിച്ചെന്നു, അതും ഇതും. തൻവിയല്ല, അഹാന കുറേ വിളിച്ചു എന്ന് പറയുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അഹാന ഒരു വീട്ടിലൊരു അമ്മു വേണോ, ഇങ്ങനൊരു അമ്മു എല്ലാ വീട്ടിലും വേണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈവൻ ഞാനാണെങ്കിൽ പോലും എൻ്റെ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വയസ്സായവരെ കയറിയിട്ട് അങ്ങനെ വിളിക്കുന്നത് മോശമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ വിളിക്കുന്നത് മോശമാണ്. പക്ഷേ അഹാനയെയും മരിച്ചുപോയ മുത്തശ്ശനെയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആരാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും റിയാക്ട് ചെയ്ത് കൂടി. അത് കയ്യിൽ നിന്ന് പോകുന്ന ഐറ്റമാണ്. എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത് റെഡിറ്റിലും ഉണ്ട്. റെഡിറ്റിൽ ഭയങ്കര ഡിസ്കഷനായിരുന്നു ഈ സാധനം. ആ ടൈമിൽ റെഡിറ്റിലും ഇതേ വീഡിയോ, അതായത് വേറൊരു വ്യക്തിക്ക് സിന്ധു കൃഷ്ണ അയച്ചു കൊടുത്ത ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ റെഡിറ്റിലടക്കം കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും ഇത് ഔട്ടായി. ഇനി വേറൊരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വയ്ക്കാം സിന്ധു കൃഷ്ണയുടെ. ഇതിനകത്ത് സിന്ധു കൃഷ്ണ ഇതിലുള്ളത്, ഇറ്റ്സ് ഓൾ സോ ചീപ്പ്. മൈ മോം സെയിങ് മൈ ഫാദർ ഈസ് കമ്മിങ് ഹിയർ ടു സ്ലീപ്പ് വിത്ത് മീ ആൻഡ് മൈ ഡോട്ടർ. ഹൗ ക്യാൻ ഐ പുട്ട് ഇറ്റ് ഔട്ട്? ഐ ഹാവ് വീഡിയോസ് ഓഫ് മൈ മോം ഹിറ്റിംഗ് മൈ ഫാദർ. He was harassed. I stood up for him.
He was not allowed to enter the bedrooms. He had to sleep in the hall as she flew him dirty. ഓക്കെ, കണ്ണും പോയി കിട്ടി. അപ്പോൾ ഇതാണ് ആ സ്ക്രീൻഷോട്ട്. ഇത് ഇതേപോലെ റാൻഡമായിട്ട് ഇവർ പലർക്കും, ഇവരോട് പോയിട്ട് എന്താ വിഷയം എന്ന് ചോദിക്കുന്ന പലർക്കും ഇവർ ഈ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. ദിസ് ഈസ് സംതിങ് വെരി സീരിയസ്. ആൻഡ് ഇതിങ്ങനെ റാൻഡമായിട്ട് നിങ്ങളുടെ ഇൻബോക്സിനകത്ത് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്ത് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പല്ലേ സിന്ധു കൃഷ്ണ? അല്ലേ? എന്താണെങ്കിലും ഈ വന്ന് ചോദിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഇതെടുത്തിട്ട് ഒരു കോണ്ടൻറ്റ് ആക്കുക, അല്ലെങ്കിൽ കോണ്ടൻറ്റ് ആക്കാൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവർ ചോദിച്ചിട്ട് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. നിങ്ങൾ വീഡിയോസിലൊക്കെ പറയുന്നത് നിങ്ങൾക്കിത് പുറത്ത് പറയാൻ താല്പര്യമില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിട്ടിരിക്കേണ്ടിയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഈ റാൻഡമായിട്ട് വരുന്ന എല്ലാവരുടെ അടുത്തും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയല്ലേ? ആൻഡ് ബൈ ദ വേ, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാനിനി പോസ്റ്റ്മോർട്ടം ചെയ്തൊന്നും പറയുന്നില്ല. അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒരു അമ്മമ്മ ഒരു കൊച്ചുമോളെയും മുത്തശ്ശിനെയും അമ്മേനെയും കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി അമ്മമ്മയെന്നൊന്നും നോക്കില്ല, ആരാണെങ്കിലും റിയാക്ട് ചെയ്തു പോകും. ഓക്കെ, അത്ര മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് സിന്ധു കൃഷ്ണ ഇതിൽ വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ട് അവരുടെ ഒരു ഫോളോവർ മെസ്സേജ് അയച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബൈ ദ വേ, ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റെഡിറ്റിലും ഇതേപോലെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനങ്ങൾ കൊണ്ടുവന്നിടുന്നുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി ഞാനിവിടെ ഷെയർ ചെയ്തിടാം. ആൻഡ് അവരുടെ ഇന്നത്തെ സ്റ്റോറി, സിന്ധു കൃഷ്ണൻ്റെ സ്റ്റോറി, when toxic people realize they can't control you, their next move is to hurt you by changing how others see you, and that is next level manipulation. They'll twist stories, play the victim, and convince others that you are the problem, all because they lost control of you. And സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്ക്രീൻഷോട്ട്സും ആ സ്ക്രീൻഷോട്ടിൽ ഈ പറഞ്ഞ സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളും പിന്നെ CCTV വിഷ്വലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അഹാന ചീത്ത പറഞ്ഞു, ആ വാക്കുപയോഗിച്ചു, ബിച്ച് എന്നുള്ള വാക്കുപയോഗിച്ചു എന്നുള്ളത് ഒരു പക്ഷേ അഹാനയുടെ സൈഡിൽ നിന്ന് അഹാനയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ്. ലൈക്ക് എടീ, നമ്മൾ കേട്ടിരിക്കൂ, സീരിയസ്ലി മാൻ, ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു ഗ്രാൻഡ് പാരൻറ്റ്, അതിന് എത്ര ഏജിനെ നമ്മൾ ആ നമ്പറിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ അത്രത്തോളം മോശം വാക്കുകൾ, അത്രത്തോളം നീചമായ വാക്കുകൾ, അത്രത്തോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു മനുഷ്യൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് ഏജിലാണെങ്കിലും അത് കേട്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. ഞാൻ എൻ്റെ ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അതായത് അവരാ ഏജ് മുതലെടുത്തിട്ട് വൃത്തികേടുകൾ വിളിച്ച് പറയും, അപരാധങ്ങൾ വിളിച്ച് പറയും, ചെയ്യും. ആ ഏജ് ആയതുകൊണ്ട് ആരും അത് നോക്കില്ല, അല്ലെങ്കിൽ അത് കണ്ണടച്ച് വിടുന്നു വിചാരിച്ചിട്ട്. ബട്ട് ദിസ് ഈസ് 2 അല്ല 3 അല്ല, ഭയങ്കര വെരി 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 മച്ചാണ് ഈ അമ്മമ്മ എന്ന് പറഞ്ഞുള്ള സ്ത്രീ. ഈ പറഞ്ഞ സംഗതി അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിന്ധു കൃഷ്ണ പറഞ്ഞ രീതിയിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് സീനാണ്. ഓക്കെ, ആൻഡ് എനിക്ക് തോന്നുന്നത് അഹാനെ ആയിരുന്നില്ല ആ ടൈമിൽ വന്ന് റിയാക്ട് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റിൽ ഇപ്പോഴും പറയുന്നു, അഹാനെ ആയിരുന്നില്ല ആ സമയത്ത് വന്ന് റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത് സിന്ധു കൃഷ്ണയായിരുന്നു. സിന്ധു കൃഷ്ണ ഇന്ന് വ്ളോഗ് ഇട്ട പോലെ തന്നെ സിന്ധു കൃഷ്ണയ്ക്ക് അന്നും കാര്യങ്ങൾ വന്ന് പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ ക്യാമറയുടെ ബാക്കിലിരുന്നു. അഹാന വീണ്ടും ഫാമിലിക്ക് വേണ്ടി സ്റ്റുഡ് അപ്പ്. ശരിക്കും ഇത്ര ഈയൊരു ഇത് ഉള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ്. CCTV ഫുട്ടേജ് അതിപ്പോൾ എല്ലാവർക്കും അവർ അയച്ചു കൊടുത്തല്ലോ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അത് ഫേക്ക് ആണെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ചാറ്റും തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡ്സൊക്കെ ഉണ്ട്. എനിക്ക് കംപ്ലീറ്റ് ഉണ്ട്, പക്ഷേ ഇടേണ്ട കാര്യമില്ല. സോ അതൊരു AI ക്രിയേറ്റഡ് ആണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ അമ്മമ്മ എത്ര ടോക്സിക്കാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ആ സാഹചര്യത്തിലും അഹാന, എനിക്ക് തോന്നുന്നത് അഹാനയുടെ ഇത്ര ബുള്ളിങ്ങിൻ്റെ ആവശ്യം അഹാനയ്ക്കില്ല, കിട്ടേണ്ട ആവശ്യമില്ല. ഇത്ര ഹെയ്റ്റ്, ഇത്ര ബാഡൊന്നും അഹാനയ്ക്ക് കിട്ടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇത്രയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈവൻ ആ ടൈമിലാണെങ്കിൽ പോലും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇവരിത് പുറത്ത് പറയാൻ പറ്റില്ലടി, അത്രയും ഇങ്ങനെ ഈ വൃത്തികളൊക്കെ പുറത്ത് പറയുക. അതുകൊണ്ടാണ് അവരത് വെച്ചേ തോന്നുന്നു. സോ ഇനി നമുക്ക് സിന്ധു കൃഷ്ണയുടെ വ്ളോഗ് വീഡിയോനകത്ത് സിന്ധു കൃഷ്ണ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതാദ്യം കാണാം. Last few weeks
ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഒരിക്കലും തിങ്സ് ലൈക്ക് ദാറ്റ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റായി. ഓൾറെഡി തൻവി ഒരു വീഡിയോ ഇട്ട്, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പോർഷൻ അമ്മമ്മയുടെ ഒരു കോൾ വെച്ചതോടുകൂടി ആ സിറ്റുവേഷൻ ക്രിയേറ്റായി. ആ ക്രിയേറ്റായ സിറ്റുവേഷൻ സോഷ്യൽ മീഡിയയിലായതുകൊണ്ടും ഇവരിയ്ക്കുന്ന ഈ കൃഷ്ണകുമാർ ഫാമിലി ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്നവരുമുണ്ട്. ഇത് രണ്ട് എക്സ്ട്രീമിലാണ് ഇവരുടെ എന്താ പറയുക ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ വ്യൂവർഷിപ്പൊക്കെ കിടക്കുന്നത്. സോ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ അതിൽ ക്യാഷൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇനി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആവേണ്ട എലമെൻറ്റ് വന്നാൽ അതിനകത്തും ക്യാഷൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ തൻവി വെച്ചൊരു സാധനം അത് ശരിക്ക് ഞാൻ പറഞ്ഞു സിന്ധു കൃഷ്ണ ഇപ്പം ഇട്ട പോലെ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പം ഈ വന്ന് പറഞ്ഞ പോലെ സിന്ധു കൃഷ്ണ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു ക്ലാരിറ്റി, ബെറ്റർ ക്ലാരിറ്റി, അല്ലെങ്കിൽ അതായിരുന്നു ബെറ്റർ. അഹാന നിന്ന് ആ എന്താ പറയുക ഫാമിലിക്ക് വേണ്ടി എന്ന് നിൽക്കുന്നൊരു അഹാനയുടെ ഒരു തരം സാധനമുണ്ട്, അത് നിന്നതാണ് ഇതിനകത്ത് പാളിയത് ശരിക്കും. മനസ്സിലായോ? ആൻഡ് ഈ സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ ഇവരാരും ക്രിയേറ്റ് ചെയ്തതല്ല, തൻവി വീഡിയോ ഇട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ആൻഡ് തൻവി തന്നെ അതിൻ്റെ ഒരു എക്സ്പോഷനും ഇട്ടു. അപ്പോഴത്തേക്ക് അഹാനയുടെ സാധനങ്ങളും ഇട്ടു. ഞാനത് മെസ്റ്റപ്പായിപ്പോയി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മെച്ചുറായി എൽഡറായിട്ട് നിൽക്കുന്ന നിങ്ങളുണ്ട്, നിങ്ങൾക്ക് പറയാം, ഈ കേക്ക് പറയാം, അങ്ങനെയുള്ളവരായിരുന്നു ഇത് ഡീൽ ചെയ്യേണ്ടിയിരുന്നത്. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മളറിയാമെന്നുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാമെന്നുള്ള പീപ്പിൾ ഹു റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. നിങ്ങളിത് വീഡിയോയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാലും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ക്ലോസ് ആയവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസേൺ വെച്ചവർ മാത്രമല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളെ സ്റ്റോറിക്ക് വന്നൊരു റിപ്ലൈ കൊടുത്ത് നിങ്ങളോട് എന്താ വിഷയം എന്ന് ചോദിച്ചൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്തവരോടടക്കം നിങ്ങളിത് പറഞ്ഞ് ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഫോണിൽ ഇതിനൊക്കെയുള്ള ഉത്തരം, അതിലും നല്ലത് നിങ്ങൾക്കിത് പബ്ലിക്കായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പോവുമായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇതെന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് പറയണ്ടെന്ന് ഓപ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്നതാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും മറ്റോടത്ത് പോയിട്ട് ഈ സാധനങ്ങൾ ഈ ഞാൻ പറഞ്ഞു റാൻഡമായിട്ടുള്ള ആളുകൾക്ക് ഇട്ട് കൊടുക്കരുതായിരുന്നു സിന്ധു കൃഷ്ണ. ഓക്കെ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്ക് ഇതിലും സ്റ്റേറ്റ് ചെയ്യാനുള്ളത്. സിന്ധു കൃഷ്ണയ്ക്ക് അമ്മയോടുള്ളൊരു ഒരു തരം ഒരു സ്പേസ് കുറവുണ്ട്. ഓക്കെ, മേ ബി അത് അവർ അനുഭവിച്ച അമ്മ എന്ന് പറഞ്ഞൊരു ഫാക്ടറിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അച്ഛനെ ആ അവസ്ഥയിൽ അമ്മ കാണിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു ഗ്യാപ്പുണ്ട്. അതേ സാധനം തന്നെയാണ് ബാക്കി മക്കളും അങ്ങനെ തന്നെയല്ലേ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എഗെയിൻ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ എന്താ പറയുക, ഒന്ന് ഒരാളുടെ അടുത്ത് നിങ്ങളല്ല ഞങ്ങളെയല്ല ബുള്ളി ചെയ്യണ്ടേ, മനസ്സിലായോ? നമ്മളല്ല ഇത് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരെ ആക്കി, അല്ലെങ്കിൽ അവരെ അങ്ങനെ നമ്മളത് റിജക്റ്റ് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്നുള്ളത് നിങ്ങളുടെ പ്രൂഫും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ അയച്ചു കൊടുക്കുന്ന, ഈവൻ അഹാനേനെ കൊണ്ട് വീഡിയോ വയ്ക്കുന്നതിനേക്കാൾ നല്ലതുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വന്ന് പ്രസൻറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോയി. ഇനി പ്രസൻറ്റും ചെയ്യണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയായിരുന്നു, എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ്, എൻ്റെ അച്ഛനെ ഹരാസ് ചെയ്തിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഹീറ്റ് അഹാനയിലേക്കെങ്കിലും പോവില്ലായിരുന്നു. മനസ്സിലായോ? അതിന് പകരം നിങ്ങൾ ഓപ്റ്റ് ചെയ്ത വഴി തെറ്റിപ്പോയി സിന്ധു കൃഷ്ണ. നിങ്ങളിത് 10 പേർക്ക് അയച്ചു കൊടുത്തും, അല്ലെങ്കിൽ ഫോണിലുണ്ട് എന്ന് പറഞ്ഞ് വ്ളോഗിൽ പറഞ്ഞിട്ടും ആൻഡ് അതർ സൈഡ് ഇത് അയച്ചു കൊടുക്കുമ്പോഴും ഉണ്ടല്ലോ, അത് ആ ഒരു നിങ്ങൾക്കൊരു കറക്റ്റ് വേ കിട്ടിയില്ല ഇതിനകത്ത്. അതൊരു പക്ഷേ ഓപ്പോസിറ്റ് നിങ്ങളുടെ അമ്മയാണ്,
അമ്മയെ എന്ത് പറയും എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് വന്ന് കാണും. കാരണം അമ്മയെ പറഞ്ഞു എന്നുള്ളത് പിന്നെ നാളെ സൊസൈറ്റി ഇത് പറയില്ല സ്വന്തം അമ്മേനെയും പറഞ്ഞു എന്നുള്ളത് പറയുന്നത് പേടിച്ചിട്ടായിരിക്കണം നിങ്ങൾ അതിന് വിഡ്രോ അടിച്ചത്. യാ സോ ഇത് ഇവർ പറഞ്ഞല്ലോ അവർക്ക് ഏറ്റവും അടുത്തറിയുന്നവർ അല്ലെങ്കിൽ അവരെ കൺസേൺ വെച്ചവർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ അറിയും. So normally നമ്മള് normal talksൽ when we have some certain issues or when we are really going through some kind of a mess and all, നമ്മളിങ്ങനെ we discuss with our friends or with all that. So എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവറിബഡി ആർ അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ നമ്മളെ അറിയാന്നുള്ളവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത് ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാന്നുള്ളിടത്തോളം then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think, because end of the day what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരൻസ് എന്ന് വന്നിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ, അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ അല്ല, ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. എനിക്ക് പേയ്മെൻറ്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ച ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു പേയ്മെൻ്റ് എടുത്തോ എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെൻ്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചിലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദറ്റ് നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൺ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്കെപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ഏർണിങ് ഐ വാസ് തിങ്കിങ് അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചിലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡോണ്ട് ഹാവ് ടു കൺവിൻസ് എനിബഡി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സിന്ധു കൃഷ്ണ അവരുടെ വ്ളോഗിനകത്ത് അച്ഛനെ നോക്കിയതും അമ്മേനെ നോക്കിയതും അതിനുവേണ്ടി അവരുടെ ഈ യൂട്യൂബ് റവന്യൂ ഉപയോഗിച്ച് അവരങ്ങനെ ആ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് പോണത്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇതിനകത്ത് വേറെ ഒരു ക്ലാരിറ്റിയും തന്നിട്ടില്ല. അവരുടെ വ്ളോഗിനകത്ത് എവിടെയും എന്തുകൊണ്ട് ഈ ഇഷ്യൂ ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മയായിട്ട് അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വന്നു ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറയാതെ അവരെന്ത് ചെയ്തു, അവരെങ്ങനെ ചെയ്തു, ഓക്കെ, അതിൽ ഈ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് എന്താ ഇത്രമാത്രമേ അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. വേറൊന്നും അവർ പറയാൻ വന്നിട്ടുമില്ല, അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു. എഗെയിൻ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓക്കെ ഒരു പക്ഷേ ഇപ്പം പറഞ്ഞല്ലോ വയസ്സായതാണ്, പ്രശ്നങ്ങൾ തീർന്നതാണെങ്കിൽ പറയണ്ടല്ലോ എന്ന് വെച്ച് വിട്ടതാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ എന്താ പറയുക, ചില കാര്യങ്ങൾ സ്ട്രെയിറ്റ് അവേ നമ്മളെ ഭാഗത്തൊരു തെറ്റില്ല, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമുക്ക് തോന്നും മനസ്സിനകത്ത് പറയണ്ട വീട് നമ്മൾ 10 കേട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. ബട്ട് സ്റ്റിൽ അത് നമ്മളെ വിടാതെ പിന്തുടരുന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് ഈ സോഷ്യൽ മീഡിയക്കകത്ത്. ഇപ്പം റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതിന് ഇന്ന് അവരെന്നെ കുറ്റം പറയും, അല്ലെങ്കിൽ
എനിക്കിപ്പോൾ അവരോടൊന്നും പറയാൻ താല്പര്യമില്ല, ഞാൻ എന്തിനാ അവരെ കൺവിൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ എന്തിനാ സത്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, കാലം തെളിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ ലൈഫിൽ ചിലപ്പോൾ പോയിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോവുക. ചിലപ്പോൾ ഒരു ടൈം ഹീൽസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് ടൈം ഈസ് എ ബിഗ് തിങ്, അത് മനുഷ്യനെ ഹീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാം. പക്ഷെ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 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 എന്താ പറയുക, ഒരു എവിടെയാണ് നിങ്ങൾ കിടക്കുന്നതെന്ന് അറിയാം. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഭയങ്കര ഹെയ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം, ഇടയിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അഹാന ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല. അത്രയും കേട്ടിട്ടുണ്ട് അഹാന. ഫൈൻ, അഹാന വന്നത് അമ്മേനെ രക്ഷിക്കാൻ, എന്നിട്ട് ഏറെ പോയത് അഹാന. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻസ്, ബന്ധങ്ങൾ, അമ്മ, അച്ഛൻ എല്ലാം ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇഫ് എ പേഴ്സൺ ഈസ് ടോക്സിക്, ആ പേഴ്സൻ്റെ ടോക്സിസിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസ് ഉള്ള വീടുകളുണ്ട്. അങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസിനെ അനുഭവിച്ച ആളുകളുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയുടെ എന്താ പറയുക, അച്ഛനമ്മ എന്നല്ല, അച്ഛമ്മയുടെ സൈഡിൽ നിന്ന് ഞാനത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഐ ഹാവ് എക്സ്പീരിയൻസ്. ലൈക്ക് അവർ നമ്മളെ പറ്റങ്ങട്ട് തട്ടിവിട്ട് പോയ ഒരാളാണ്, നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. സോ ആ ഒരു സാധനം, ഒരു തരം സാധനം അത് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് വൃത്തികേടും വിളിച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിൽ സിന്ധുകൃഷ്ണ പറഞ്ഞു മകളടക്കമുള്ളവരാണ് പല സാഹചര്യങ്ങളിലും ഇവരുടെ ഈ പറഞ്ഞ പൈസയുടെ വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടുന്നതും ചെയ്തിട്ടുള്ളത്. നമ്മൾ വ്ളോഗിലും കണ്ടിട്ടുള്ളതാണ്, ഹൗ ദേ ടേക്ക് കെയർ എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന ആളുകളിൽ മുഖത്ത് നോക്കിയിട്ട്, അതും അവരേറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ അമ്മമ്മയും മുത്തശ്ശനിലും മുത്തശ്ശനെ ഇഷ്ടപ്പെടുന്നത്. വൈ? ബിക്കോസ് മുത്തശ്ശൻ അവരോട് ഇങ്ങനത്തെ സീനുകൾക്ക് പോകില്ലായിരിക്കും. ഇവിടെ ആ മുത്തശ്ശനെ വെച്ച് വരെ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതും അമ്മ പറയാന്ന് പറയുമ്പോൾ ആ കുട്ടികൾ അതിൽ അഹാൻ അങ്ങനെ റിയാക്ട് ചെയ്തതിലൊന്നും പറയാനില്ലടി. മനസ്സിലായോ? അതിൽ ആ കാര്യത്തിലൊന്നും ഇത് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതിനും ഇതിനും ഇവരെ ഒരു സോളിഡ് പ്രൂഫുകൾ ഇല്ലാതെ ഇവരാർക്കും ഇങ്ങനെ റാൻഡം ആളുകൾക്ക് മെസ്സേജ് അയക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല. സിന്ധുകൃഷ്ണയുടെ കയ്യിൽ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ കുറേ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തതായിട്ട് അവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൻഡ് ഈ പറഞ്ഞ പോലെ വയസ്സായ മുത്തശ്ശനെ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. അവർ വിത്ത് ഓൾ റെസ്പെക്റ്റ്, മുത്തശ്ശിക്ക് നല്ല വയസ്സുണ്ടാവും, ബട്ട് ചെക്കച്ചാല കില്ലാടിയാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അമ്മമ്മ പാസം മുത്തശ്ശ പാസം ലേശം കൂടുതലുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ എന്നെ പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബട്ട് ദെയർ ആർ ലൈക്ക് സോ മെനി ഗ്രാൻഡ് പാരൻസ് അവരുടെ ഏജ് മുതലെടുത്ത് എന്ത് വൃത്തികേടും ഒരു വിളിച്ചു പറയും. ഞാൻ അഹാന അങ്ങനത്തെ ഒരു എക്സ്ട്രീം വൃത്തികേട് കേട്ടു എന്നുള്ളത് നമുക്ക് സിന്ധുകൃഷ്ണയുടെ ആ ഒരു റാൻഡമായിട്ടൊരാൾക്ക് അയച്ച ചാറ്റിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ മുത്തശ്ശനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ഗെയിം പറയുന്നു, ഇതിൻ്റെ റിയാലിറ്റി നിങ്ങളായിട്ട് പബ്ലിക്കിനോട് പറയാത്തത് കൊണ്ടും ക്ലാരിറ്റി കൊടുക്കാത്തത് കൊണ്ടും ആണ് നിങ്ങളേറെ പോകേണ്ട ഒരു അവസ്ഥ വന്നത്. നിങ്ങളിങ്ങനെ വല്ലവരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുമ്പോൾ അതിന് CCTV ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി പറഞ്ഞിട്ടോ കാര്യമില്ല. ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് റിയലി എന്താ പറയുക, ആളുകളിലേക്ക് എത്തണം. കാരണം നിങ്ങളെ മക്കൾക്ക് ഇനി ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കുക സിന്ധുകൃഷ്ണനോട്. ഇപ്പോൾ ഈ അഹാനയ്ക്ക് ജീവിക്കണ്ടേ? ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ? നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിന് മുന്നോട്ട് ലൈക്ക് ഇതുവരെ ഉണ്ടായ ഇഷ്യൂ പോലൊന്നും അല്ല ഈ അമ്മമ്മ ഇഷ്യൂ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര വേസ്റ്റ് ആവും ആ സാധനം. ഭയങ്കര സെൻസിറ്റീവാണ് ആ വിഷയം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേര്, ഞാനടക്കം ഒരു ഞാൻ സ്റ്റിൽ പറയുന്നു, ആ ചീത്ത വിളിച്ചതൊന്നും എൻഡോസ് ചെയ്യുന്നില്ല. ബട്ട് ചീത്ത വിളിച്ച് പോകുന്നുള്ളതൊരു റിയാലിറ്റിയാണ്. കാരണം അത്രയും വൃത്തിയോട് പറഞ്ഞാൽ ചീത്ത വിളിച്ച് പോകൂടെ. പിന്നെ തിരിഞ്ഞു നോക്കില്ല, അതുറപ്പ്. ആ തിരിഞ്ഞു നോക്കാത്തതിലും ചിലർ അമ്മമ്മേനെ നോക്കി അങ്ങനെ എങ്ങനെ നോക്കും? നിങ്ങൾ പറ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആരെയും നോക്കൂ? സീനല്ലേ? അപ്പം അഹാന കുറച്ച് ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് ഒരു ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് അത്ര ഹെയ്റ്റും അത്ര ബുള്ളീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ബട്ട്
എൻ്റെ വീഡിയോയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ചീത്ത വിളിച്ചതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അമ്മമാർ സീനാന്ന് ഞാനും പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഒരു വിഷയമില്ല. ബട്ട് സ്റ്റിൽ ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ അത് ഇവരായിട്ട് പുറത്ത് പറയുകയോ ചെയ്യുമൊന്നുമില്ല. ഇത് റാൻഡമായിട്ട് ഇങ്ങനെ അയക്കുന്നതുകൊണ്ട് നാളുകളിൽ ആരുമാണ് എടുത്തത് പുറത്തിടാൻ. അതിൻ്റെ ഓൾറെഡി റെഡിറ്റിൽ വന്നൊരു ഐറ്റമാണ്. റെഡിറ്റിൽ ഈ സാധനം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിറ്റിൽ എപ്പോഴും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ദേ മൈറ്റ് ഹാവ് സീൻ. പക്ഷേ ഇന്ന് സിന്ധുകൃഷ്ണൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്കിത് കുറച്ച് പേര് അയച്ചു തന്നതും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ടോക്സിസിറ്റി ഓൾവേസ് ടോക്സിസിറ്റിയാണ്. അത് ഏത് ഏജിൽ ആര് എവിടുന്ന് എങ്ങനെ ചെയ്താലും ദാറ്റ്സ് ടോക്സിസിറ്റി. അത് നമ്മൾ എന്താ പറയുക, ബെയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ.